ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിയുണ്ടയും എള്ളുണ്ടയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് സ്റ്റൈലല്ലേ ഉണ്ടാക്കുക. ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ മെയിനായിട്ട് എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 അരിയുണ്ടയും കാണിച്ചു തരാം. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. 1/2 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും ശർക്കരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ശർക്കര മധുരത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തേങ്ങയും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ശർക്കര ഒരിക്കൊന്നല്ല ചേർക്കണത്, ഇത് പൊടിച്ചെണ്ണയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചിലവർ ഇതിൽ ഏലക്കയും ഒക്കെ ചേർക്കുന്നതാണ്. ഏലക്ക പൊടിച്ചും ചുക്ക് പൊടിച്ചിട്ടൊക്കെ. എനിക്കതൊന്നും ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ ഫ്ലേവർ, ഇപ്പോൾ ഈ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഈ എള്ളിൻ്റെ ഫ്ലേവർ തന്നെയാണ് അതിൻ്റെ ഒരു രുചി. അതുകൊണ്ട് ഞാനിതൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഈ അരിയും വെള്ളമൊക്കെ വറുത്തെടുക്കണം. പിന്നെ ലാസ്റ്റ് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടെ നമ്മൾ മിക്സാക്കിയിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ ശർക്കര നല്ലപോലെ ചീവി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് ഇതാക്കുമ്പോൾ നല്ലോണം അതിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. ഞാനിത് ഈ ഒരു ഉണ്ട മുഴുവൻ എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർക്കാം മധുരം. നമുക്ക് അരി വറുത്തെടുക്കാം. അരി വറുത്ത് ഒരുവിധം ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും കുറച്ച് മുമ്പ് എള്ള് ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിവിടെ അരിയുണ്ടയും കൂടെ കാണിക്കുന്നതുകൊണ്ട് 2 സെപ്പറേറ്റ് വറുത്തെടുക്കാണ്. അല്ലെങ്കിൽ എള്ളുണ്ട മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അരി വറുത്ത് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തണേലും കുറച്ച് മുമ്പ് അരി ഒന്ന് റോസ്റ്റായി തുടങ്ങുമ്പോൾ അപ്പോൾ എള്ള് ചേർത്താൽ മതി. കാരണം എള്ള് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് അരി വറുത്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തലേദിവസം തന്നെ ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ കഴുകി ഒന്ന് ഉണക്കാൻ വെച്ചാൽ മതി. ഇവിടെ സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആയി കിട്ടും. നാട്ടിലൊക്കെ അമ്മ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഉലുവ, ആശാളി അതൊക്കെ ചേർത്തിട്ട് ഉണ്ട ഉണ്ടാക്കും. അന്നൊക്കെ ഈ ഇടയ്ക്ക് എള്ളുണ്ടയും അരിയുണ്ടയും ഉണ്ടാക്കി തരും. കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം എള്ളുണ്ടയും അരിയുണ്ടയൊക്കെ. നമ്മുടെ അരിയൊക്കെ നല്ലോണം പൊരിഞ്ഞു തുടങ്ങി. നിങ്ങൾ ഈ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് അരിയുണ്ടയ്ക്കും കൂടെ വേണം. അതുകൊണ്ട് ഞാനിത് അരി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം, മിക്സ് ആക്കണില്ല. എള്ളുണ്ട മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ എള്ള് ചേർത്ത് കൊടുക്കാം. കാരണം ഇനി അധികം സമയം എടുക്കില്ല ആവാനായിട്ട്. നമ്മുടെ അരി നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ അരി നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കാം.
മതിയാവും. എള്ളിങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. കാരണം നമ്മുടെ പാത്രം നല്ല ചൂടാണ്. വെള്ളം കരിഞ്ഞു പോകാൻ പാടില്ല. രണ്ടും കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞു, വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വെള്ളമൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം നമുക്ക്. നല്ലപോലെ ആയിട്ടുണ്ട്. നമ്മുടെ അരി വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മിക്സിയിലിട്ടിട്ട് അരി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരി വറുത്തത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പൊടിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എള്ളുണ്ടി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു 2-3 അരിയുണ്ടി ഉണ്ടാക്കി കാണിച്ചു തരാം. ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിൽ അരി വറുത്ത് പൊടിച്ചതും വെള്ളം ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് ഉണ്ടാക്കി എടുക്കാം. ശർക്കരയും തേങ്ങയും കൂടെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കറക്കിയെടുക്കുക. വീണ്ടും എള്ളിൻ്റെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറക്കിയെടുക്കുക. എന്നിട്ട് കാണിച്ചു ഇതാ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം ഉണ്ട പിടിക്കാനായിട്ട്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടിയെടുക്കണം. അതിന് മുമ്പ് ഞാൻ എന്താ പറയുക, അരിയും കൂടെ ജമായി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു 2 ടൈംസ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം കൂടെ നല്ല യോജിച്ച് വരും. മധുരത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ചേർക്കുക. ചിലർക്ക് കൂടുതലായിരിക്കും മധുരം ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും. അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ശർക്കര എടുത്തതിൽ ഇതാ ഇത്രയും ബാക്കിയുണ്ട്. മുഴുവൻ എടുക്കേണ്ടി വന്നില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഇവിടെ നമ്മൾ 1 കപ്പ് അരി വറുത്ത് പൊടിച്ചിട്ട് 3/4 കപ്പോളം അരിപ്പൊടി എള്ളുണ്ടി ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ടി 1/4 കപ്പ് മാത്രമാണ് ഞാൻ ഈ 3 അരിയുണ്ടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അരി കൊണ്ട് ഒരു 3 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. സെയിം തേങ്ങയും ശർക്കരയും അരി വറുത്ത് പൊടിച്ചത് മാത്രമാണല്ലോ. അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കൂടി അതിൽ കാണിച്ചു തന്നു മാത്രം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.